കേരളത്തിലെ നഷ്ടപ്പെട്ട കലാരൂപങ്ങളെ സംരക്ഷിക്കാനും തിരിച്ചുകൊണ്ടുവരുവാനും കേരള ഫോക്ലോർ അക്കാദമിക്ക് സാധിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ്, കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പുല്ല്യോടി പാട്യം ഗോപാലൻ സ്മാരക വായനശാല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ സംഘടിപ്പിച്ച പൊന്നത്തങ്കം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ.എസ്. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ.എൻ. ഷംസീർ മുഖ്യാതിഥിയായി. വ്യവസായ പ്രമുഖൻ ഗോകുലം ഗോപാലനെ മന്ത്രി ഗണേഷ് കുമാർ ആദരിച്ചു. കളരിത്തറയിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ.എസ്. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി എ.വി. അജയകുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ.പി. വിനോദ് കുമാർ എന്നിവർ തിരിതെളിയിച്ചു. പുതുപ്പണം കെ.പി.സി.ജി.എം കളരി സംഘത്തിന്റെ കളരി പ്രദർശനം അരങ്ങേറി. അക്കാദമി സെക്രട്ടറി എ.വി. അജയകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഗോകുലം ഗോപാലൻ, റബ്കോ ചെയർമാൻ കാരായി രാജൻ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. ശൈലജ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. സനിൽ, ജില്ലാ പഞ്ചായത്തംഗം മുഹമ്മദ് അഫ്സൽ, വാർഡംഗം കെ.പി. ലജിഷ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം ഭാസ്കരൻ കൂരാറത്ത്, എം.പി. അരവിന്ദാക്ഷൻ, നോർക്ക വൈസ് ചെയർമാൻ ഒ.വി. മുസ്തഫ, ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി.വി. ലവ്ലിൻ എന്നിവർ സംസാരിച്ചു. സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ. ISO അംഗീകാരവും 5 സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. സെൽഫ് പ്രൈമിംഗ് പാംസ്, സെൻട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പാംസ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.